നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലായി മോഷ്ടിക്കപ്പെടുന്ന വസ്തുക്കളിലൊന്നാണ് കാറുകൾ. വാഹനമോഷണത്തിനും അത് പാർട്സുകളാക്കി വിൽക്കുകയും ചെയ്യുന്ന വമ്പൻ റാക്കറ്റുകളെ കുറിച്ച് നാം ഏറെ വായിച്ചിട്ടുണ്ട്. പുത്തൻ പുതിയ കാറുകളിൽ GPS അധിഷ്ഠിത സേഫ്റ്റി ഫീച്ചറുകൾ ഉണ്ടെങ്കിൽ കൂടി തസ്കരന്മാർ വെറും സെക്കൻഡുകളുടെ സമയം കൊണ്ട് പൂട്ടുപൊളിച്ച് വാഹനം കടത്തിക്കൊണ്ടുപോകുന്ന സംഭവങ്ങൾ നിരവധിയാണ്. കാറുകൾ മോഷ്ടിക്കാൻ സാധാരണയായി വ്യത്യസ്ത രീതികളാണ് അവർ ഉപയോഗിക്കുന്നത്. പരമ്പരാഗത രീതിയിൽ ഡോർ ലോക്ക് തകർത്ത് അകത്ത് കടക്കുന്നത് മുതൽ താക്കോലില്ലാതെ മോഷണം വരെ നിരവധി മാർഗങ്ങൾ കള്ളന്മാർ അവലംബിക്കാറുണ്ട്. പലപ്പോഴും കാർ സാങ്കേതിക വിദ്യയിലെ പിഴവുകൾ മുതലെടുത്താണ് അവർ ലോക്ക് തകർക്കുന്നത്. ചിലർ വണ്ടി മൊത്തമായി കടത്താനോ അല്ലെങ്കിൽ അവയുടെ അകത്തുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ കവരാനോ ആണ് ഈ പ്രവർത്തികൾ ചെയ്യാറ്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. അടുത്ത കാലത്തായി ഓട്ടോ പാർട്സുകളുടെ ഡിമാൻഡ് വർദ്ധിച്ച കാരണം മോഷണവും പെരുകിയതാണ് റിപ്പോർട്ടുകൾ. ഇത്തരമൊരു സാഹചര്യത്തിലാണ് പുതിയ രീതിയിൽ കാറിനുള്ളിലെ സാധനങ്ങൾ മോഷ്ടിക്കുന്ന ഒരു സംഘത്തിന്റെ വാർത്ത തമിഴ്നാട് നിന്ന് പുറത്തു വരുന്നത്. കാറിന്റെ ഗ്ലാസുകൾ എളുപ്പത്തിൽ തകർക്കാൻ കഴിയുന്ന ഒരു രാസവസ്തുവാണ് മോഷ്ടാക്കളുടെ പുതിയ ആയുധം. ഈ രാസവസ്തു സമർത്ഥമായി ഉപയോഗിച്ചാണ് കള്ളന്മാർ തമിഴ്നാട്ടിലാകെ ഭീതി പടർത്തുന്നത്. റോഡരികിൽ പാർക്ക് ചെയ്തിരിക്കുന്ന കാറുകളുടെ ചില്ലുകൾ തകർത്ത് അതിനകത്തെ സാധനങ്ങൾ മോഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. കെമിക്കൽ പൊടി വിതറിയാൽ കാറിന്റെ ഗ്ലാസ് ശബ്ദമില്ലാതെ പൊട്ടുന്നു. എളുപ്പത്തിൽ നിശബ്ദമായി കാർ ഗ്ലാസ് പൊട്ടിച്ച് അകത്തുള്ള സാധനങ്ങൾ മോഷ്ടിക്കുന്ന സംഭവം അധികൃതർക്ക് വലിയ തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. ഒരു ടാറ്റ ഹാരിയർ കാറിന്റെ ഗ്ലാസ് ഇത്തരത്തിൽ സൈലന്റായി തകർത്ത് അതിനകത്തെ ബാഗ് മോഷ്ടിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ മൈക്രോ ബ്ലോഗിംഗ് വെബ്സൈറ്റായ എക്സിൽ വൈറലായി. കാറുടമകൾക്കും പൊതുജനങ്ങൾക്കുമുള്ള മുന്നറിയിപ്പ് എന്ന രീതിയിലാണ് ഈ വീഡിയോ പുറത്തുവിട്ടിരുന്നത്. ഈ വീഡിയോ ദൃശ്യങ്ങൾ കോയമ്പത്തൂർ സായിബാബ ക്ഷേത്രത്തിന്റെ 2ാം ഗേറ്റിന് സമീപമാണെന്നും അതല്ല ഇത് മഹാരാഷ്ട്ര സംസ്ഥാനത്താണ് അരങ്ങേറിയതെന്നും വാദങ്ങളുണ്ട്. സംഭവം എവിടെ നടന്നതായാലും ഈ പുതിയ മോഷണ രീതി ഏതായാലും ജനങ്ങളിൽ ഭീതി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ വൈറൽ വീഡിയോയിൽ മോഷ്ടാവ് കാറിനകത്തെ ബാഗാണ് മോഷ്ടിച്ചത്. രാസവസ്തു ഗ്ലാസിന് നേരെ എറിഞ്ഞ് ആർക്കും സംശയം തോന്നാതിരിക്കാൻ അയാൾ മുന്നോട്ട് നടന്നു. പിന്നെ കറങ്ങി കാറിന്റെ പിറകിലൂടെ വന്ന് ഡോറ് തുറക്കാതെ വിൻഡോക്കുള്ളിലേക്ക് തലയിട്ട് ബാഗ് കൈക്കലാക്കുകയായിരുന്നു. പിന്നീട് ഒന്നും സംഭവിക്കാതെ ബാഗുമായി തസ്കരൻ സ്ഥലം കാലിയാക്കി. പട്ടാപ്പകൽ തരക്കേടില്ലാത്ത തിരക്കുള്ള ഒരു സ്ഥലത്താണ് ഈ സംഭവം അരങ്ങേറിയത്. ഇത്തരം രാസവസ്തുക്കൾ വഴി അല്പം പഴക്കമുള്ള കാറുകളുടെ ഗ്ലാസുകൾ തകർക്കാം. ഇവിടെ വണ്ടിയിലുള്ള വിലപിടിപ്പുള്ള വസ്തുക്കളാണ് കവർന്നതെങ്കിലും ഈ ടെക്നിക്ക് ഉപയോഗിച്ച് വണ്ടി തന്നെ മൊത്തത്തിൽ അടിച്ചു മാറ്റാം. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നാണ് പറയുന്നത്. ടെക്നോളജി വികസിക്കുന്നതിന് അനുസരിച്ച് കള്ളന്മാർ അവരുടെ തന്ത്രവും മാറ്റും. അതിനെക്കുറിച്ച് പൊതുജനങ്ങൾ ബോധവാന്മാരായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് വാഹന ഉടമകൾ. മോഷ്ടാക്കൾ വാഹനങ്ങൾ കവരാൻ ഉപയോഗിക്കുന്ന പുതിയ തന്ത്രങ്ങൾ അറിഞ്ഞിരിക്കുകയും അതിൽ നിന്ന് സ്വന്തം കാറുകൾ സുരക്ഷിതമാക്കാൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുകയും വേണം.